അല്ല നാരായണ, ഓ ഈ പ്രിയദർശിനി എന്ന് പറഞ്ഞൊരു ബസ് ഉണ്ടല്ലോ ഇപ്പൊ. ഉണ്ടല്ലോ. ഇപ്പൊ പുതിയ പെണ്ണുങ്ങൾക്ക് ഫ്രീ സൗജന്യാന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു എന്തോ അല്ലേ? പെണ്ണുങ്ങൾക്കുള്ള തന്നെയാണ്. അപ്പൊ ഞാൻ ഇന്നലെ അങ്ങാടിയിലേക്ക് പോയപ്പോ ഈ ഉണ്ടല്ലോ ആ ബസ്സില് അങ്ങോട്ട് പോണ്, കുറച്ച് കഴിഞ്ഞപ്പോണ്ട് ഇങ്ങോട്ട് പോണ്. അല്ല നാരായണ, അനക്ക് എന്താ പ്രിയദർശിനിയിലെ കാര്യോ? അതിന്റെ കോയ എനിക്കത് മനസ്സിലായില്ല. എന്തിട്ടാ ഈ ആണുങ്ങൾ ഈ പ്രിയദർശിനി ബസ് കയറുന്നത് എന്തുകൊണ്ടാ? എന്തിനാ? പെണ്ണുങ്ങളുള്ള ബസ്സാണെന്ന് അറിഞ്ഞോണ്ട് ആണുങ്ങൾക്ക് എന്തായാലും കാര്യം എന്നല്ലേ ചോദിക്കുന്നത്? അതെ. ഇതിന് വേറൊരു വ്യത്യാസമുണ്ട്. എന്തിട്ടത്? ഇതിപ്പോ തിരക്ക് കൂടുമ്പോ ഫുള്ള് പെണ്ണുങ്ങളല്ലേ ഇത്. അപ്പൊ നമ്മള് വെറുതെ ഒരു കുശലം പറയാൻ ഡ്രൈവറിന്റെ ഇടയിൽ കൂടി ഇവരുടെ ഇടയിൽ കൂടി പോവാ, ഡ്രൈവറുടെ അടുത്ത് പോയി കുശലം പറയാ, വീണ്ടും അതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ വരിക, ബാക്കോട്ട് വരിക, ഫ്രണ്ടോട്ട് പോവാ. ഒരു സുഖമുള്ള പണിയല്ലേ പോയാ? ഒരു സുഖം. അല്ല നാരായണ, ഓ ഈ പ്രിയദർശിനി എന്ന് പറഞ്ഞൊരു ബസ് ഉണ്ടല്ലോ ഇപ്പൊ. ഉണ്ടല്ലോ. ഇപ്പൊ പുതിയ പെണ്ണുങ്ങൾക്ക് ഫ്രീ സൗജന്യാന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു എന്തോ അല്ലേ? പെണ്ണുങ്ങൾക്കുള്ള തന്നെയാണ്. അപ്പൊ ഞാൻ ഇന്നലെ അങ്ങാടിയിലേക്ക് പോയപ്പോ ഈ ഉണ്ടല്ലോ ആ ബസ്സില് അങ്ങോട്ട് പോണ്, കുറച്ച് കഴിഞ്ഞപ്പോണ്ട് ഇങ്ങോട്ട് പോണ്. അല്ല നാരായണ, അനക്ക് എന്താ പ്രിയദർശിനിയിലെ കാര്യോ? അതിന്റെ കോയ എനിക്കത് മനസ്സിലായില്ല. എന്തിട്ടാ ഈ ആണുങ്ങൾ ഈ പ്രിയദർശിനി ബസ് കയറുന്നത് എന്തുകൊണ്ടാ? എന്തിനാ? പെണ്ണുങ്ങളുള്ള ബസ്സാണെന്ന് അറിഞ്ഞോണ്ട് ആണുങ്ങൾക്ക് എന്തായാലും കാര്യം എന്നല്ലേ ചോദിക്കുന്നത്? അതെ. ഇതിന് വേറൊരു വ്യത്യാസമുണ്ട്. എന്തിട്ടത്? ഇതിപ്പോ തിരക്ക് കൂടുമ്പോ ഫുള്ള് പെണ്ണുങ്ങളല്ലേ ഇത്. അപ്പൊ നമ്മള് വെറുതെ ഒരു കുശലം പറയാൻ ഡ്രൈവറിന്റെ ഇടയിൽ കൂടി ഇവരുടെ ഇടയിൽ കൂടി പോവാ, ഡ്രൈവറുടെ അടുത്ത് പോയി കുശലം പറയാ, വീണ്ടും അതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ വരിക, ബാക്കോട്ട് വരിക, ഫ്രണ്ടോട്ട് പോവാ. ഒരു സുഖമുള്ള പണിയല്ലേ പോയാ? ഒരു സുഖം.